ഹായ് ഫ്രണ്ട്സ്, സാൻഡ്രം വ്ലോഗിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഞാൻ രമ്യ സന്ദീപ്. ഇന്നത്തെ നമ്മുടെ വിഷയം നമ്മൾ പച്ചക്കറി അടുക്കളത്തോട്ടത്തിൽ കൃഷി ചെയ്യുന്ന വീട്ടമ്മമാർക്ക് വേണ്ടിയിട്ടും അതുപോലെ തന്നെ ഇതുവരെ കൃഷി ചെയ്യാത്ത ആളുകൾക്കും വേണ്ടിയിട്ടാണ് കേട്ടോ. ഇപ്പോൾ ഇതുവരെ നിങ്ങൾ കൃഷി ചെയ്തിട്ടില്ലാത്തവരാണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ തന്നെ കൃഷി ചെയ്തോ. അതിനാദ്യം തന്നെ നമുക്ക് വെണ്ട സെലക്ട് ചെയ്യാനായിട്ട് പറ്റും. കാരണം ഏത് സീസണിലും നമുക്ക് വിളവെടുക്കാൻ പറ്റുന്ന, നല്ല രീതിയിൽ കൃഷി ചെയ്യാൻ പറ്റുന്ന ഒരു പച്ചക്കറി ഇനമാണ് വെണ്ട. അപ്പോൾ നമ്മൾ കുറച്ച് കാര്യങ്ങളൊന്ന് ശ്രദ്ധിക്കണമെന്ന് മാത്രം. ഇനം തിരഞ്ഞെടുക്കുമ്പോൾ ഇപ്പോൾ കൃഷിഭവനിലും മറ്റുമൊക്കെ കിട്ടുന്ന ഒരു തരം വെണ്ട അതുണ്ട്. ഇത് കണ്ടോ, ഇതിൻ്റെ പേര് സാമ്രാട്ട് എന്നാണ്. വളരെ ചെറുപ്പത്തിൽ തന്നെ, വളരെ ചെറിയ ചെടിയായിരിക്കുമ്പോൾ തന്നെ നല്ല രീതിയിൽ കായ്ഫലം തരികയും നല്ല ടേസ്റ്റുമായിരിക്കും ഇത് നമ്മൾ ആഹാരം വെച്ച് കഴിക്കുമ്പോഴത്തേന്. സാമ്രാട്ട് എന്നാണ് പേര്. കണ്ടോ, ഇതിൻ്റെ വലിപ്പം കണ്ടോ, ഒരു കായ്ക്ക് തന്നെ നല്ല വലിപ്പമാണ്. ഇതിലൊരു 5-6 കായ ഉണ്ടെങ്കിൽ തന്നെ നമുക്ക് നല്ലൊരു മെഴുക്കുവരട്ടിക്ക് കിട്ടും. നമ്മൾ വെണ്ട സെലക്ട് ചെയ്യുന്നതിൻ്റെ പ്രധാന കാരണം, നമുക്ക് സാധാരണ ഇല ചുരുട്ടിപ്പുഴുവും കീടങ്ങളും ഒക്കെ വരുമെന്നെങ്കിലും ഇതിന് അധികം കീടശല്യം ഒന്നും കണ്ടുവരുന്നില്ല. അഥവാ ഇല ചുരുട്ടിപ്പുഴുവൊക്കെ വരുവാണെങ്കിൽ തന്നെ എല്ലാ ദിവസവും രാവിലെ നമ്മൾ വന്നൊന്ന് ചെക്ക് ചെയ്ത് നോക്കുക. ഇതിങ്ങനെ ഒന്ന് ചെക്ക് ചെയ്യുമ്പോൾ അവിടെ പുഴുക്കളൊക്കെ ഉണ്ടെങ്കിൽ നമ്മൾ ജസ്റ്റ് അതിനെ എടുത്ത് നശിപ്പിച്ച് കളയുക. അതാണ് അതിൻ്റെ ഏറ്റവും വലിയ പ്രതിവിധി. ഇപ്പോൾ ഈ ഇടയ്ക്കിടയ്ക്കുള്ള മഴയൊക്കെ കാരണം നമ്മൾ എന്തോ ജൈവ കീടനാശിനിയാണെങ്കിലും നമ്മൾ തളിച്ച് കഴിയുമ്പോഴും അതിന് വലിയ റിസൾട്ടൊന്നും കിട്ടത്തില്ല. നമ്മൾ വന്ന് അതിനോടൊന്ന് തൊട്ട് തലോടി അതിൻ്റെ കീടങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നമ്മൾ തന്നെ പറക്കി കളഞ്ഞ് ഇങ്ങനെ സംരക്ഷിക്കുകയാണെങ്കിൽ നമുക്ക് നന്നായിട്ട് അതിനെ സംരക്ഷിച്ച് കൊണ്ടുപോകാനായിട്ട് പറ്റും. ഇതുപോലെ ഒരു 4-5 അല്ലെങ്കിൽ 6 കായ ഉണ്ടെങ്കിൽ നമുക്കൊരു 2 പേര് 3 പേരുള്ള വീട്ടിലൊരു നേരത്തേക്കുള്ള മെഴുക്കുവരട്ടിക്ക് ധാരാളം മതി. അപ്പം ഞങ്ങളിത് ചെയ്തത് കണ്ടതിൻ്റെ ഈ ഒരു ഗ്രോ ബാഗിൽ, ഇതുപോലെയുള്ള ഗ്രോ ബാഗിൽ എല്ലുപൊടി, വേപ്പിൻ പിണ്ണാക്ക്, ചാണകപ്പൊടി അടിവളമായിട്ട് കൊടുത്ത് കൊണ്ടുവന്നതാണ്. എല്ലാ ആഴ്ചയിലും വളരെ കുറച്ച് ഏതെങ്കിലും ജൈവവളം, നമ്മളുടെ കയ്യിലുള്ള വളത്തിൻ്റെ അനുസരിച്ച് ഏതെങ്കിലും ജൈവവളം കൊടുത്ത് നമുക്ക് വളർത്താനായിട്ട് പറ്റും. നല്ല രീതിയിൽ വെയിലുള്ള സ്ഥലമാണെങ്കിൽ ഏറ്റവും നല്ലത്, ഒരുപാട് വിളവ് കിട്ടും. എന്നാൽ വെയിൽ കുറവാണെങ്കിൽ അതിനനുസരിച്ച് വിളവ് കുറയും, എന്നാലും നമുക്ക് അത്യാവശ്യം കായ്ഫലമൊക്കെ ലഭിക്കും. ഏകദേശം ഒരു 45 ദിവസം ആകുമ്പോഴത്തോട്ട് നമുക്ക് ഇതിൽ പൂവിട്ട് കായ് വരാനായിട്ട് തുടങ്ങും. അപ്പോൾ ഇതിൻ്റെ ഒരു പ്രത്യേകത, ഓരോ ഇല വരുമ്പോഴും അവിടെ നിന്ന് ഓരോ കായ്കൾ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കും. കണ്ടോ, അപ്പം ഇപ്പോൾ ഒരു 2-3 എണ്ണം കൊണ്ട് വെക്കുകയാണെന്നുണ്ടെങ്കിൽ, ഒരു 5-8 എണ്ണമെങ്കിലും കുറഞ്ഞത് നമ്മൾ വെക്കുകയാണെങ്കിൽ ഒരു പ്രാവശ്യത്തെ കറിക്ക് നമുക്കതുണ്ട്. അപ്പം ഇതിന് വലിയ ഒരുപാട് പരിചരണം ഒന്നും വേണ്ട എന്നുള്ളതാണ് ഒരു പ്രത്യേകത. രണ്ടാമത്തെ കാര്യം എന്ന് പറഞ്ഞാൽ, ഇത് കറക്റ്റ് സമയത്ത് വിളവെടുക്കണം. എങ്കിൽ മാത്രമേ അടുത്തത് നല്ല രീതിയിൽ കായ്കളായി വരത്തുള്ളൂ. ഇത് നമ്മളുടെ ആദ്യത്തെ വിളവെടുപ്പാണ്. ഇത് കൊണ്ടുവച്ചതിന് ശേഷമുള്ള ആദ്യത്തെ വിളവെടുപ്പാണ്. അപ്പം നമ്മൾ നട്ടുപിടിപ്പിച്ച് ഇതുപോലെ വിളവെടുക്കുമ്പോൾ അന്ന് നമ്മളിട്ട് കഴിക്കുമ്പോൾ നമുക്കൊരു വലിയ സന്തോഷമില്ലേ. നമ്മളിതേ കണ്ടോ, ഇവിടെ നിൽക്കുന്ന ഈ ഗ്രോ ബാഗിലുള്ളത് ഇപ്പോൾ അപ്പുറത്തെ സൈഡിൽ നിന്ന് നമ്മൾ ഈ വിളവെടുത്തതും എല്ലാം നമ്മൾ ഒരേ ദിവസം തന്നെ വെച്ചതാണ് കേട്ടോ. അപ്പം നമ്മളിതുപോലെ അവിടെ ഞങ്ങൾ ഒരു ഗ്രോ ബാഗിൽ 1 എണ്ണം വെച്ചിട്ടുണ്ടായിരുന്നു. ഇത് കണ്ടോ, ഇതിൽ 2 എണ്ണം വെച്ചിട്ടുണ്ട് ഒരു ഗ്രോ ബാഗിൽ. അതെന്തിനാണെന്നറിയോ, പതുക്കെ എടുക്കുന്ന, ഇതിങ്ങനെ കൊണ്ട് മുറിഞ്ഞ് അപ്പുറത്ത് പോയി മുട്ടിക്കഴിഞ്ഞാൽ അത് മൊത്തമായിട്ട് കട്ടായിപ്പോൾ, അതുകൊണ്ട് സൂക്ഷിച്ചാണ് എടുക്കുന്നത്. ഇതിൽ നിന്ന് 1 എണ്ണം എടുക്കാം. അപ്പോൾ പല ആളുകളും കമൻറ്റ് ചെയ്യും കേട്ടോ, ഇത് നിങ്ങൾ എന്തിനാണ് ഇത്ര പാടുപെടുന്നത്, 15 രൂപ കൊടുത്ത് മാർക്കറ്റിൽ കിട്ടുമല്ലോ എന്ന്. ആ 15 രൂപ കൊടുത്ത് നമുക്ക് മാർക്കറ്റിൽ കിട്ടുമ്പോൾ ഇതുപോലെ കട്ട് ചെയ്ത് നമ്മൾ ഭക്ഷിക്കുമ്പോൾ ഉള്ളൊരു സുഖം നമുക്ക് കിട്ടത്തില്ല. അത് കൃഷി ചെയ്യുന്നവർക്കറിയാം അതിനെപ്പറ്റിയുള്ള ആ ഒരു സന്തോഷം കേട്ടോ. ഞാൻ ഇത്തിരി വൈഡായിട്ട് പറയുന്നത് എന്തിനാണെന്നറിയാമോ, ഇതൊക്കെ ഈ കാണുമ്പം ഇതുവരെ കൃഷി ചെയ്യാത്തവർക്കാണെങ്കിലും ഒന്ന് കൃഷി ചെയ്യാനൊരു മനസ്സ് തോന്നണം. എന്നിട്ട് ഒരാളെങ്കിലും എൻ്റെ വീഡിയോ കണ്ടിട്ട് ഒരു പുതിയതായിട്ടൊരു കൃഷി ചെയ്ത് മക്കൾക്ക് വിഷമില്ലാത്ത പച്ചക്കറി വെച്ച് കൊടുക്കാൻ തോന്നണം. ആ ഒരു ഒറ്റ ഉദ്ദേശമേ ഉള്ളൂ. അല്ലാതെ റിച്ചിന് വേണ്ടിയിട്ടോ കാര്യങ്ങൾക്ക് വേണ്ടിയൊന്നുമല്ല. നിങ്ങൾ ആരായാലും നിങ്ങളും ഒന്ന് കൃഷി ചെയ്യണം, കൃഷിയിലോട്ട് ഇറങ്ങി വരണം. ക്യാൻസർ പോലെയുള്ള അസുഖങ്ങളെ നമ്മുടെ ലോകത്തിൽ നിന്ന് തന്നെ മാറ്റിയെടുക്കാൻ നമുക്ക് പറ്റണം. അപ്പം ജൈവ രീതിയിൽ നമ്മുടെ വീട്ടുവളപ്പിൽ 5-6 എണ്ണം കൃഷി ചെയ്ത് നമുക്കും ഭക്ഷിക്കാം. കണ്ടോ, ഇനി ഇതിലൊക്കെ വിളവായി വരുന്നുണ്ട്. അപ്പോൾ എന്നെ പോലെ കൃഷി ഇഷ്ടപ്പെടുന്നവർ തീർച്ചയായിട്ടും, ഇപ്പോൾ സമയമില്ലാത്തവരാണെങ്കിൽ പോലും വൈകുന്നേരം ഓഫീസിൽ നിന്നൊക്കെ വന്നിട്ട് ഒരു 2-3 എണ്ണം വെച്ചാൽ മതി, നമുക്ക് ഇഷ്ടംപോലെ വിളവെടുക്കാനായിട്ട് സാധിക്കും. അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഉപകാരപ്രദമായെന്ന് വിശ്വസിക്കുന്നു. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം. നന്ദി.